സോ ഇന്നത്തെ സെഷൻ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബീമിന്റെ BBS ആണ്. ബാർ ബെൻഡിങ് ഷെഡ്യൂളിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഓൾറെഡി ഞാൻ സ്ലാബിന്റെ BBS എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. അതിന്റെ കുറെ കാര്യങ്ങൾ റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ നിങ്ങളോട് ഇൻ ഷോർട്ട് പറയുവാണെങ്കിൽ BBSന്റെ ഫുൾ പ്രൊസീജിയർ നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആഡ്സ് പ്രോ വെച്ച് എങ്ങനെ ചെയ്യണം എന്ന് അതാണ് മെയിനായിട്ട് അസൈൻമെന്റ് സൈഡ് വരുന്നുള്ളൂ. അതല്ലാണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാം. അത് ഞാനുള്ള കോഡുകളൊക്കെ പറഞ്ഞു തന്നു. അത് തന്നെയാണ് മെയിൻ നമുക്ക് എല്ലാവർക്കും ഉള്ള റെഫറൻസ്. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം, പ്രശ്നമില്ല. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഇന്നലെ അല്ല, ലാസ്റ്റ് സെഷൻ ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ നിങ്ങളെ പഠിപ്പിച്ചത് ബീമിന്റെ ഡീറ്റെയിലിംഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അത് ആഡ്സ് പ്രോ വെച്ചാണ് നിങ്ങൾ പഠിച്ചത്. അതിലൊരു വേറെ സൈഡും കൂടി ഉണ്ട്. അതായത് നിങ്ങളത് മാനുവലി ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. മാനുവലി ചെയ്യേണ്ടി വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി അത് ലൈക്ക് ഇപ്പൊ സോഫ്റ്റ്വെയർസ് അവൈലബിൾ അല്ല, അങ്ങനെ ഒന്നും യൂസ് ചെയ്യാത്തൊരു കമ്പനി ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓരോ ബീമിന്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾ മാനുവലി വരച്ചു നോക്കാം. ഇതൊന്നും അല്ല, ഈവൻ ഇഫ് നിങ്ങൾ സോഫ്റ്റ്വെയർ വെച്ചാണ് ഡീറ്റെയിൽ ചെയ്യുന്നതെങ്കിൽ പോലും കിട്ടുന്ന റിസൾട്ട്സ് നിങ്ങൾ മാനുവലി ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അതായത് ഇതിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ്, കാണുന്നില്ലെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ കാണുന്ന ആക്ച്വലി SP34 ഒരു ഡീറ്റെയിലിംഗ് ഡ്രോയിങ്ങിന്റെ കൂടെ വെച്ചേക്കുവാണ്. യൂഷ്വലി നമ്മൾ ഒരു ഡ്രോയിങ് കൊടുക്കും, അതിന്റെ കൂടെ ജനറൽ നോട്ട്സ് എന്ന് പറഞ്ഞ ഷീറ്റ് കൊടുക്കും. എല്ലാ കമ്പനീസും ഇത് ഫോളോ ചെയ്യുന്നതാണ്. സ്ട്രക്ചർ ഡിസൈനേഴ്സ് ഇങ്ങനെ ഒരു ജനറൽ നോട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഡ്രോയിങ് കൊടുക്കാറില്ല. സോ ഓരോരുത്തും ഇതിന്റെ ഫോർമാറ്റ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ജനറലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ബീം കോളം ജംഗ്ഷൻസ്, ടിപ്പിക്കൽ ബീം ഡീറ്റെയിലിങ്സ്, ഇതൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഡ്രോയിങ്ങിന്റെ അകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് പഠിപ്പിച്ചപ്പോൾ കാണിച്ചു കാണും, ഇങ്ങനെ ക്രോസ് സെക്ഷൻസ് വെക്കുമായിരിക്കും. അതായത് ടിപ്പിക്കലി വലിയ എക്സ്ട്രാ ബാർസ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം വരുന്ന കുറെ ബീംസിന് ഇതുപോലെ സെക്ഷൻസ് ആ കൊടുക്കുക. സോ 2 ബാറ് മേളിലും 2 ബാറ് താഴെയും 16 ഡയ നമ്മൾ കൊടുക്കുന്നു. അതുകൂടാതെ 800 സ്പേസിങ് അറ്റ് സപ്പോർട്ടിൽ കൊടുക്കുന്നു, പിന്നെ മിഡ് സ്പാനിൽ കൊടുക്കുന്നു. പക്ഷെ അറ്റ് സപ്പോർട്ടിൽ എവിടെ വരെ കൊടുക്കണം, അറ്റ് മിഡ് സ്പാൻ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് കൊടുക്കണം, ഇത് ക്ലിയർ ആയിട്ട് അറിയണം. ഇനി ഇൻ കേസ് ഇതിനകത്ത് ചിലപ്പോൾ എക്സ്ട്രാ ബാർ എഴുതിയിട്ടുണ്ടാവും, പ്ലസ് ഒരു 116 എക്സ്ട്രാ. അപ്പൊ ഈ എക്സ്ട്രാ ബാർ ഏത് ലെയറിൽ കൊടുക്കണം, അത് എത്ര വരെ ഡിസ്റ്റൻസിൽ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ജനറൽ നോട്ടീസ്. ആക്ച്വലി അത് കൊടുക്കേണ്ടത് നമ്മളുടെ ഈ ടാബ്സിൽ വരുന്ന റിസൾട്ട് അനുസരിച്ച്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ഒരു ബീമിൽ തന്നെ ഈ 120 എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് ഈ ടാബ്സ് മോഡലിൽ മൊമെന്റ് വാല്യൂ നോക്കിയിട്ട് എവിടം വരെ ബീമിന് നമുക്ക് ഓരോ പോയിന്റ്സ് എടുത്ത് മൊമെന്റ് കാണാൻ പറ്റില്ല അതിനകത്ത്. സോ അങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് മൊമെന്റ് വാല്യൂ 225 നിൽക്കുന്ന, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് 2 numbers of 25 നിൽക്കുന്നത് വരേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ 1000 എന്ന് കൊടുത്തേക്കുന്നത്. സോ ഇതൊന്നും തരാണ്ട് ഒരു ക്രോസ് സെക്ഷനാ തന്നേക്കുന്നതെങ്കിൽ എങ്ങനെ എത്ര വരെയും കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഒരു റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ ടാബ്സ് മോഡൽ നോക്കാം, അല്ലെങ്കിൽ ജനറൽ ഡീറ്റെയിലിംഗിന്റെ റൂൾ അനുസരിച്ച് നമുക്ക് ആ എക്സ്റ്റൻഷൻ ടോപ്പ് ബാർ ആണെങ്കിൽ ഫ്രം ഫസ്റ്റ് സപ്പോർട്ട് മിഡിൽ സ്പാൻ്റെ വരെയുള്ള എൻഡ് സപ്പോർട്ടിൽ നിന്ന് നമുക്ക് 0.25 L1 നീക്കിയിട്ടായിരിക്കും ഈ ഒരു ബാർ ടെർമിനേറ്റ് ചെയ്യാം. ബോട്ടത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് സപ്പോർട്ടിന്റെ സെന്ററിൽ നിന്ന് 0.1 L1. സെയിം വേ നെക്സ്റ്റ് സപ്പോർട്ടിൽ വരുമ്പോൾ അത് 0.15 L1 ആവുന്നുണ്ട്. L1 എന്ന് പറയുന്നത് ഇതിന്റെ എഫക്റ്റീവ് സ്പാൻ ആണ്. സോ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ ഡ്രോയിങ്ങിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അല്ല, ഇത് നിങ്ങൾക്ക് ജനറലി SP34 ഇന്ത്യൻ കോഡിൽ അതിന്റെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന കാറ്റഗറിയിൽ SP34 എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് കാണാൻ പറ്റും. ഓക്കെ, സോ SP34 നിന്ന് നിങ്ങൾക്ക് ഇത് എടുത്ത് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതില് ബീമിന്റെ മാത്രമല്ല കോളം ബീം ജംഗ്ഷൻസ്, ഇപ്പൊ T പോലെ എൻഡ് ചെയ്യുന്ന ജംഗ്ഷൻസ്, എൽബൻ ജംഗ്ഷൻസ്, ഓക്കെ. സോ ഇങ്ങനെ ടിപ്പിക്കൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക്
SP34 എന്ന് തന്നെ കിട്ടും. ഇത് അല്ലാത്തുള്ള കാര്യങ്ങൾ സ്ട്രക്ചർ ഡീറ്റെയിൽസിലും ഉണ്ടാവും. അപ്പൊ BBS പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ജനറൽ നോട്ട്സ് റെഫർ ചെയ്തിട്ട് ഇങ്ങനെ സെക്ഷൻസ് മാത്രം തന്നിരിക്കുന്ന ബീംസിന്റെ ഡീറ്റെയിലിംഗ് വരയ്ക്കണം. സോ ഇത് എനിക്കൊരു ഫ്ലോർ ബീമിന്റെ BBSന് കിട്ടിയൊരു ഫയലാണ്. ഇത് നമ്പർ ഓഫ് ബീംസ് വളരെ കുറവുള്ളൂ. നമുക്ക് 22 ബീം മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇതിന്റെ അകത്ത്. സോ ഇതിന്റെ ഓരോ സ്പാൻ, ഇതിൽ കുറച്ച് സ്പാൻ തന്നിട്ടുണ്ട്, B1 B2 ഒക്കെ തന്നിട്ടുണ്ട്. തരാത്ത ബീംസ് ആണ് B7 B5 B90. ബാക്കി എല്ലാത്തിന്റെയും നമുക്ക് ഡീറ്റെയിലിംഗ് ഉണ്ട്. സോ ഇത് നമുക്ക് നേരെ എടുത്ത് യൂസ് ചെയ്യാം. ഇതിൽ നെക്സ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ബാർ SFR എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥത് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ്. അത് ഡി ബീമിന്റെ ഡിസൈനിൽ വരുന്നതാണ്. അതായത് ബീമിന്റെ ഡെപ്ത് 700 mm കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ആസ് പെർ കോഡ് നമുക്ക് അവിടെ ഒരു ബക്ലിങ്ങിന്റെ ചാൻസ് ഉണ്ട്. ബീമില് ലോഡ് കാരണം ബീമിനെ ബക്കിൾ ചെയ്യാൻ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓൺലൈൻ റെഫർ ചെയ്ത് നോക്കുക. അതുപോലെ ബീമിന്റെ തിയറി പഠിപ്പിക്കുമ്പോഴൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരും. ജസ്റ്റ് ബേസിക് ഇത്രയും മനസ്സിലാക്കുക. 700 ഡെപ്ത് കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം മാത്രമല്ല നമ്മൾ ബാർ ഇടുക, ബീമിന്റെ സൈഡിലും കൂടി നമ്മൾ ബാർ ഇടുക. അതെങ്ങനെ ഇരിക്കും എന്ന് ജസ്റ്റ് ഞാൻ സെക്ഷനിൽ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതുപോലെ ഇടക്ക് ഓരോ സെറ്റ് ബാറും കൂടി വരും. അവിടെ ആ ഡ്രോയിങ്ങിൽ കാണിച്ചേക്കെന്ന് വെച്ചാൽ 212 എക്സ്ട്രാ. സോ ഇവിടെ 212, താഴെ 212 എന്നാണ് അതിനർത്ഥം വരുന്നത്. അല്ലാണ്ട് മൊത്തത്തിൽ 212 ഇട്ടാൽ മതി എന്നല്ല. 2 ലെയർ ആയിട്ട് 12ന്റെ ബാറ് കൊടുക്കണം. അത് 2 ഫേസിലും കൊടുക്കണം. അതാണ് അതിനർത്ഥം വരുന്നത്. സോ ഇതിന്റെ ഡീറ്റെയിലിംഗ് വരച്ചു വരുമ്പോ ഇതിപ്പോ ബീം 1 അല്ലേ, അതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് വരച്ചു വരുമ്പോൾ ഇങ്ങനെയായിരിക്കാം. കണ്ടോ, ഫേസിൽ 2 ബാർ വെച്ച് വരും. ഇത് നമ്മൾ ചിലപ്പോൾ മാനുവലി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് വരാം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ 12 മീറ്റർ കൂടുതൽ ലെങ്ത് വരുന്ന ഒരു ബാർ നമുക്ക് ഇല്ല. സോ ബീമിന് ലെങ്ത് 12 മീറ്ററോ അല്ലെങ്കിൽ അതിന്റെ അടുത്തോ വരുമ്പോൾ നമുക്ക് അതിനെ ലാപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് 2 ബാറിന് ഒരുമിച്ച് ടൈ ചെയ്ത് കൊടുക്കണം. സോ ലാപ്പിംഗ് ആണ് ഇനി അടുത്ത പോയിന്റ്. ലാപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ലെങ്ത് ആണ്. അത് നമ്മൾ IS കോഡ് അനുസരിച്ച് IS 456 അനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് പേജ് 42 അടുത്താണ് ഇത് സ്ക്രോൾ ചെയ്ത് നേരം. ഇതുണ്ടോ, പേജ് 42-ല് 26.2.1-ല് ഡെവലപ്മെന്റ് ലെങ്ത് ഓഫ് ബാർ എന്നൊരു പോർഷൻ ഉണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്രയാണ് ലാപ്പിംഗ് ലെങ്ത്. 2 ബാർ തമ്മിൽ ടൈ ചെയ്താൽ എഫക്റ്റീവ്ലി അത് ഒറ്റ ബാറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലെങ്ത് ആണ്. സോ കോൺക്രീറ്റ് ആണ് ഈ കമ്പനി ഒരുമിച്ച് പിടിച്ചേക്കുന്നത്. സോ കോൺക്രീറ്റിന്റെ കൈ വിടിയിച്ച് ബാർ ഊരി പോകരുത്. അതാണ് ബോണ്ടിങ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണ്ട സ്ട്രെങ്ത്. സോ ഒരാള് 2 കമ്പ് കൂട്ടി പിടിച്ചേക്കാണ്, 2 പേര് ഓരോ സൈഡിൽ നിന്ന് ഓരോ കമ്പ് സെപ്പറേറ്റ് വലിച്ചാൽ എങ്ങനെ ഇരിക്കും, അതേ സെയിം എഫക്റ്റ് ആയിരിക്കും നമ്മൾക്ക് ഒരു ബീം ലോഡ് ചെയ്യുമ്പോൾ ലാപ്പിങ്ങിന്റെ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പിടിച്ചിരിക്കുന്ന കൈയുടെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും ഈ ബാറുകൾ സ്ലിപ്പായി പോകാനുള്ള ചാൻസ്. നമ്മളെ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബോൺ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ പിടിക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് നമ്മളുടെ ബീം ഫെയിലർ ആവുന്നത് ശേഷം മാത്രമേ അത് പുൾ ഔട്ട് ആവാൻ പാടുള്ളൂ. അതിന് വേണ്ട മിനിമം ലെങ്ത് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൽ നമ്മൾ LD ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ശ്രദ്ധിക്കാം. σS, അതുപോലെ ടോബിഡി. σS സ്ട്രെസ്സിന് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് വെച്ചിട്ട് എക്സൽ കാണിച്ചത് നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഉണ്ടാക്കി വെക്കണം എന്നല്ല, എനിക്ക് എളുപ്പത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെക്കാം. ഓക്കെ, സോ σS എന്ന് പറയുന്നത് 0.87 FY ആണ്. അതായത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റീലിന്റെ ഗ്രേഡിനെയാണ്. അതുപോലെ താഴെ വരുന്ന ടോബിഡി എന്ന് പറയുന്നത് ആക്ച്വലി അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ കോൺക്രീറ്റിന്റെ ഗ്രേഡിനെയാണ്. സോ കോൺക്രീറ്റ് ഗ്രേഡ് മാറുന്നതനുസരിച്ച് ടോബിഡിയുടെ വാല്യൂ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എടുക്കണം. M30 ആണെങ്കിൽ 1.5 ആണ്, M40 ആണെങ്കിൽ 1.9 ആണ്. അത് ഇൻക്രീസ് ചെയ്ത് പോവാണ്. സോ നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഗ്രേഡ് കൂടുന്നതനുസരിച്ച്, സ്റ്റീലിന്റെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ലെങ്ത് കൂടുതൽ ഉപയോഗിക്കണം. പക്ഷെ അതേ സെയിം ടൈം നമ്മൾ കോൺക്രീറ്റിന്റെ ഗ്രേഡാ കൂട്ടുന്നെങ്കിൽ, കോൺക്രീറ്റ് ആണല്ലോ പിടിച്ചു നിർത്തുന്നത്, സോ കോൺക്രീറ്റിന്റെ ഗ്രേഡാ കൂട്ടുന്നെങ്കിൽ ലെങ്ത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഒരു എക്സൽ ഉണ്ടാക്കി വെച്ചെന്ന്, അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഓരോ ഗ്രേഡിലും
8 mm ഡയാബാറിന് തന്നെ ഗ്രേഡ് കണ്ടോ കൂടുന്നതനുസരിച്ച് കുറഞ്ഞ് നമുക്ക് ടെൻഷനിലും കംപ്രഷനും ഈ വാല്യൂ ഉണ്ട്. ടെൻഷനിലാണ് ഹയർ, കംപ്രഷനിലാണ് കുറവ്. സോ ടെൻഷൻ വരുന്ന സ്ഥലത്ത് നമുക്ക് ടെൻഷൻ എൽ ഡി കൊടുത്താൽ മാത്രം മതി. പ്യുവർലി കംപ്രഷൻ നടക്കുന്നിടത്ത് കംപ്രഷൻ എൽ ഡി കൊടുത്താൽ മതി. ഇനി ടെൻഷനാണോ കംപ്രഷൻ ആണോ നിങ്ങൾക്ക് കറക്റ്റ് അറിയാത്തില്ലെങ്കിൽ ആ ടെൻഷനിൽ അങ്ങ് കൊടുത്താൽ മതി, സേഫ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇവിടെ കണ്ടോ 427 അത് M40 എബോവിന്റെ 315 മതി എന്ന രീതിയിൽ കുറഞ്ഞു. സെയിം വലിയ ബാറിന് ഇപ്പൊ നമുക്ക് ലെങ്ത് കൂടെ 32 ബാറിനാണെങ്കിൽ 2000-ന് ലെങ്ത് ഇവിടെ വേണ്ടത്. അത് M20ക്ക് M40 ആയപ്പോൾ നമുക്കത് 1200-ന് കുറഞ്ഞു. ഒരു 350-ന് നമുക്ക് LDയുടെ ലെങ്ത് കുറയ്ക്കാൻ പറ്റി. സോ ഗ്രേഡ് ഓഫ് സ്റ്റീൽ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. സോ BBS ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ തന്നിരിക്കുന്ന ഡ്രോയിങ്ങിന്റെ അകത്ത് ഏത് ഗ്രേഡ് സ്റ്റീലാണ് കോൺക്രീറ്റ് ആണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നതെന്ന് നോക്കണം. അതുപോലെ ജനറൽ നോട്ട്സ് നോക്കിയിട്ട് വേണം ഡ്രാഫ്റ്റ് ചെയ്യാൻ. പിന്നെ SFR ഉണ്ടെങ്കിൽ നമ്മളത് സൈഡിലാണ് കൊടുക്കുന്നത്. ഇതിന് ലെഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ബീം അറിയാലോ, വിഡ്ത്ത് ഓഫ് ബീമിന് വരുന്ന രീതിയിൽ ക്രോസ് ചെയ്തിട്ടാണ് കൊടുക്കുക. LD കൊടുക്കുമ്പോൾ ഇതിന്റെ 3D ഞാൻ നോക്കട്ടെ, എടുത്തു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നോക്കട്ടെ, കഴിഞ്ഞ ദിവസം ചെയ്തൊരു മോഡലുണ്ട് ഏകദേശം ഇതുപോലെ ഒരു SFR ഉള്ളൊരു ടീപ്പ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഡ്രോയിങ്സിൽ തന്നിരിക്കുന്ന ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ്, ചിലപ്പോൾ ഡെവലപ്മെന്റ് ലെങ്ത് കറക്റ്റ് ചെയ്യാനുണ്ടാവും. ഈ ഒരു ഡെവലപ്മെന്റ് ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് ആയിരിക്കില്ലായിരിക്കും. ഇതൊക്കെ ആക്ച്വൽ ഡീറ്റെയിലിംഗിന്റെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾ എക്സാക്ട് ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുവാണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഡീറ്റെയിലിംഗ് ഒന്നും ആ ഒരു സ്കെയിൽ വെച്ച് അളക്കത്തില്ല. അതേസമയം ഇപ്പോ ഞങ്ങൾ കാനഡയൻ ഒരു പ്രൊജക്ട് ചെയ്തപ്പോഴത്തേക്കും അവര് പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ സൈഡിൽ നിൽക്കുന്നവർ ഈ പ്രിന്റ് എടുത്ത് കൊടുക്കുന്ന സാധനം സ്കെയിൽ വെച്ച് അളന്ന് അതിനകത്ത് ആ ഡ്രോയിങ്ങിൽ ഒരു സ്കെയിൽ എടുത്തില്ല, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂ എടുത്ത് സൈറ്റിൽ മെഷർ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതായത് നമ്മൾ കൊടുക്കുന്ന ഡ്രോയിങ് നിന്ന് അവർ സ്കെയിൽ വെച്ച് അളക്കും. അതേസമയം ഇന്ത്യയിൽ കൊടുക്കുന്ന ഡ്രോയിങ്സ് മിക്കവാറും നോട്ട് ടു സ്കെയിൽ അല്ലെങ്കിൽ സ്കെയിൽ ഇരുന്ന് എടുക്കരുത് എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുക. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇത് LD ഇങ്ങനെ വെറുതെ വരച്ചിട്ട് കാണിച്ചാലും ഓക്കെ. സൈറ്റിൽ നിൽക്കുന്ന എഞ്ചിനീയർ റെസ്പോൺസിബിലിറ്റി ആണ് LD കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. സോ BBS ചെയ്യുന്നത് മാത്രമല്ല, സൈറ്റിൽ നിങ്ങളിപ്പോ ഇൻസ്പെക്ഷന് പോകത്തില്ലേ സ്ട്രക്ചർ ഡ്രോയിങ് കൊടുത്തിട്ട്, ആ ഇൻസ്പെക്ഷന് പോകുമ്പോൾ അവിടെ കറക്റ്റ് LD കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയുന്നെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം നിങ്ങൾ അറിയണം. ഇനി LDയുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാല്, ഇതിനകത്ത് LD എന്ന് പറഞ്ഞാൽ നേരെ ബാർ ആ ലെങ്ത് ഫുള്ളെന്നല്ല കണ്ടോ, LD ഇങ്ങനെ വളച്ചായിട്ടേക്കുന്നത്. കോളം ബീം സപ്പോർട്ടിൽ ഡെവലപ്മെന്റ് ലെങ്തിനൊപ്പം ഒരു 10 ടൈംസ് ഡൈ ഓഫ് ബാറും കൂടെ ആഡ് ചെയ്യണം. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഡൈ ഓഫ് ബാർ ആണ് പറയുന്നത്. ഓക്കെ, അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് LD എന്ന് പറയുന്നത്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോളത്തിന്റെ ഈ ഫേസിൽ നിന്ന് വളഞ്ഞ് ഇങ്ങനെ താഴെ വരെ പോകണം. അതിൽ തന്നെ കോളത്തിന്റെ ബാറിന്റെ വിഡ്ത്ത് കുറയ്ക്കണം, ഇവിടെ കൊടുത്തേക്കുന്ന കവർ കുറയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ചാലാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ എത്ര കിട്ടുമെന്ന് മനസ്സിലാവുക. ബാക്കി കോളത്തെ നമ്മൾ താഴേക്ക് ബെൻഡ് ചെയ്തിട്ട് കൊടുക്കുക. ഈ കാണിച്ചിരിക്കുന്ന കുനിപ്പ് നമുക്ക് സൈഡിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ജസ്റ്റ് ഡ്രോയിങ്ങിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. അതായത് ആ ബാർ അവിടെ അവസാനിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെയിം വേ നമുക്ക് നടുക്ക് വരുമ്പോൾ 2 ബാർ തമ്മിൽ വരുമ്പോൾ LD മാത്രം മതി. അതായത് ലാപ്പ് ചെയ്യുമ്പോൾ LD മതി, സപ്പോർട്ടിൽ വരുമ്പോൾ LD പ്ലസ് 10 ടൈംസ് ഡൈയും കൂടി കൊടുക്കണം. അത് കൊടുത്ത് നമ്മളിത് വരച്ചെടുക്കണം. സോ കണ്ടോ, ഈ ഒരു ഡ്രോയിങ്ങിൽ കോളത്തിന്റെ വിഡ്ത്ത് അനുസരിച്ച് ഞാൻ പറഞ്ഞ LD വാല്യൂ മാറും. ഇൻ കേസ് എന്റെ കോളത്തിന് ഭയങ്കര സൈസാണ്, 2 മീറ്റർ വലിപ്പമുള്ള ഒരു കോളം, അതായത് ഷിയർ വോൾ മോഡലിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു കോളം എന്ന് വിചാരിക്കുക. അതിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മിനിമം ലെഗ് കൊടുത്ത് നിർത്തണം. LD കൊടുക്കുന്ന ഫുൾ ലെങ്ത് കൊടുത്തിട്ട് ബാക്കിക്ക് മിനിമം ലെഗ് കൊടുത്ത് നിർത്തുക എന്നാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഈ മിനിമം ലെഗ് എത്രയാണെന്ന് അറിയാനാണ് ഞാൻ അന്ന് പറഞ്ഞത് IS 2502 ടേബിൾ 2 ഉണ്ട്, അത് കൊടുക്കുക എന്ന് പറഞ്ഞു. കണ്ടോ, ഈ വാല്യൂസ് ആണ് നമുക്ക് മിനിമം ലെഗിന് വരാം. അപ് ടു 12 മീറ്റർ നമുക്ക് 75 ആണ്, ബാക്കിക്ക് ഒരു ഇത്തിരി ഇൻക്രിമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഓരോ ഡായ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. സോ ഡ്രാഫ്റ്റിംഗ് ഇതിന്റെ ഒരു പാർട്ടാണ്. ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ, സ്കാൻ ചെയ്യാം. സോ കിട്ടുന്ന സ്ട്രക്ചർ ഡ്രോയിങ് പ്രോപ്പർലി ഡീറ്റെയിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റിംഗ് സ്കിപ്പ് ചെയ്യാൻ പറ്റും, നേരെ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ആഡ്സ്പ്രോ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഫയൽ ആണെങ്കിൽ നിങ്ങൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് പാരാമീറ്റേഴ്സ്, ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഫാക്ടർ, അതുപോലെ തന്നെ ഗ്രേഡ് ഓഫ് സ്റ്റീലും കോൺക്രീറ്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ LDയും കറക്റ്റ് ആയിട്ട് വരച്ചു വരും. പിന്നെ റീഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ
നിങ്ങൾ LD മാനുവലി പോയിട്ട് ഓരോരുത്തും കളക്ട് ചെയ്യണം. ഞാൻ സ്ലാബ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, അതിന്റെ ലെഗ് 75 കൊടുത്താൽ പിന്നെ മാനുവലി അത് കറക്റ്റ് ചെയ്യണ്ട. അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും പോയിട്ട് 75 ആക്കി നമ്മൾ മാറ്റണം. സെയിം വേ നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിലിംഗ് ജനറേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് കറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് ഒരു ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ കറക്ഷന്റെ ആവശ്യം വരത്തില്ല. നേരിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, കറക്റ്റ് കോളത്തിന്റെ പൊസിഷൻസ് കോളം വന്നിട്ടുണ്ടോ, ബീം സെക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് നേരെ പോയിട്ട് സ്കാൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഡെവലപ്മെന്റ് ലെങ്ത് ഓഫ് ബാറും 12 മീറ്റർ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാപ്പ് ചെയ്ത് കൊടുക്കണം. ലാപ്പിംഗ് ഞാൻ നേരത്തെ കാണിച്ച പോലെ വരയ്ക്കേണ്ടത്. അതായത് ലാപ്പ് ചെയ്യുന്ന ബാറ്, ഒരു ബാറ് നമുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും, എൽ ഷേപ്പ് ആയിരിക്കും കണ്ടോ, ഈ ഒരു എൽ ഷേപ്പ് ആയിരിക്കും. അടുത്ത ബാറിന് ഒരു പ്രത്യേക ഷേപ്പാണ്. ഇത് കറക്റ്റായിട്ടല്ല വരയ്ക്കുന്നെങ്കിൽ നമുക്ക് ആഡ്സ്പ്രോന്ന് എറർ അടിക്കും, ഇതിന് ലെങ്ത് കിട്ടത്തില്ല. അതുപോലെ ഇതിന്റെ ഷേപ്പ് കോഡ് എന്ന് പറയുന്നത് 98 ആണ്. അതും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും. ഇത് ഞാൻ നേരത്തെ സ്കാൻ ചെയ്ത വീഡിയോസിന് കൊടുത്തതാണ് ഇതില്. സോ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് കണ്ടോ, ടേബിളിനകത്ത് ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കയറി വരണം. അതിന്റെ കോഡ് കണ്ടോ 98. ഇതിപ്പോ കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആകെ കുറച്ച് കോഡുകൾ നമ്മൾ എടുക്കുന്നുള്ളൂ. 37 എന്ന് പറയുന്ന എൽ ഷേപ്പ് ബാറ്, 38 എന്ന് പറയുന്നത് യു ബാറ്, 98 എന്ന് പറയുന്നത് യു ഷേപ്പ്. സ്ലാബിലാണെങ്കിൽ നമുക്ക് ആകെ 2 ഷേപ്പ് വരുന്നുള്ളൂ, യുവും എല്ലും, 37ഉം 38ഉം. അതല്ലെങ്കിൽ 00 ആയിരിക്കും വരുന്നത്. 21 എന്ന് പറയും, 00 ആക്ച്വലി 21 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ടൈസ് എല്ലാം 8A ആണ്. ടേബിൾ നമ്പർ 8 ഫസ്റ്റ് 1A. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പോ ബീമിന്റെ ഡീറ്റെയിലിംഗ് തന്നെ ഈ ടാബ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ഫയൽ നിങ്ങൾക്ക് ജസ്റ്റ് ലാപ്പിംഗ് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്കാൻ ചെയ്യാം. ഇതിനകത്ത് ഞാൻ ലാപ്പിംഗ് കറക്ഷൻ ചെയ്തിട്ടുണ്ട്, LD കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ SFR ഉണ്ടായിരുന്നില്ല, SFR ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാ ഡ്രോയിങ്സും കറക്റ്റ് ചെയ്ത് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ എൻ്റെ ഓർഡർ കീപ്പ് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഹൊറിസോണ്ടല്, പിന്നെ വെർട്ടിക്കൽ. അപ്പൊ നമുക്ക് സൈഡിൽ നോക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബീമിന്റെ നമ്പറിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. 1 2 3 4 എന്നുള്ള ആ ഒരു ഓർഡറിൽ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് വെക്കാം. ഫൈനൽ പ്രിന്റ് കൊടുക്കാൻ നേരത്ത് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്യാം. ആദ്യം അതിന്റെ ലേ ഔട്ട് വെക്കും, അത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോ സെക്ഷൻസ് വെക്കും. സെക്ഷന്റെ താഴെ നമ്മൾ അതിന്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്തതിന്റെ ഒരു കോപ്പി വെക്കും. ഇതിനകത്ത് ഡയമെൻഷൻ സ്റ്റൈലൊക്കെ നമ്മളൊന്ന് കുറച്ച് കറക്റ്റ് ചെയ്യും കേട്ടോ. അതായത് ഇൻ കേസ് അതിന്റെ സ്റ്റൈൽ ഓട്ടോമാറ്റിക് വരുന്നത് അത്ര ക്ലിയർ അല്ല, ലെജിബിൾ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. അതുപോലാണ്ട് ഒരു ലെജൻസിന്റെ ടേബിൾ വെക്കും. ഇതിനകത്ത് ഈ എഴുതിയേക്കുന്ന ഓരോ നമ്പർ എന്താണെന്ന് അവർക്ക് മനസ്സിലാവണ്ടേ സൈറ്റിലുള്ളവർക്ക്. ഒരു സാമ്പിൾ ഡ്രോയിങ് വെച്ചിട്ട് അതിന്റെ സൈഡിൽ ഓരോന്നും എന്താണെന്ന് എഴുതി വെക്കും. ഇത് ഞങ്ങൾ ഒരു കോപ്പി ആയിട്ട് എല്ലാ പ്രോജക്ട്സിനും വെക്കുന്ന, അപ്പൊ ടിപ്പിക്കൽ ഒരെണ്ണം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനി ഇത് സ്കാൻ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ ഒന്ന് കാണിച്ചു തരാം. സ്കാൻ ചെയ്യാൻ നേരത്തെ ഒറ്റ ഫയലേ ഉണ്ടാകാൻ പാടുള്ളൂ, എന്നാലേ അത് പ്രോപ്പറായിട്ട് ആഡ്സ്പ്രോ ആയിട്ട് കണക്ട് ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ ആഡ്സ്പ്രോ ഓപ്പൺ ചെയ്തൊന്ന് ക്ലോസ് ചെയ്യുക, ചിലപ്പോൾ അത് ഫസ്റ്റ് ഫയലായിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഇനി ആഡ്സ്പ്രോ ഓൺ ചെയ്യുക. ഓക്കെ, ഇത് ഓണായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ ബീമിന്റെ പോർഷൻ ഓണായിട്ട് ഒരു സെക്കൻഡ് നിൽക്കില്ലേ, അത് ആക്ച്വലി ഓട്ടോകാഡ് ഫയൽ ചെക്ക് ചെയ്യുക, അതായിട്ട് കണക്ട് ആവുക. വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ്സ്പ്രോ ഇതുമായിട്ട് നന്നായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക, ഫയൽസ് നമ്മൾ ട്രാൻസ്ഫറിങ് നടക്കും. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഡീറ്റെയിലിംഗ് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ, BVS സെക്ഷൻ എടുക്കാം. അതുപോലെ ഗ്രേഡ് ഓഫ് സ്റ്റീലും കോൺക്രീറ്റും എനിക്ക് 14550 ആണ് പ്രോജക്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. അതെടുക്കുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സെറ്റിങ്സ് എടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ മേളില് പ്രോപ്പർട്ടീസ്, അതും സെറ്റിങ്സ് തന്നെയാണല്ലോ. ഇതിനകത്ത് ആംഗ്രേജിന്റെ കറക്ഷൻ ഫാക്ടർ ഇപ്പൊ ഹയർ ഗ്രേഡ് ആണെങ്കിൽ ഇത് 50ലും താഴെ മതി, 45 40 വരത്തുള്ളൂ. അത് ചിലപ്പോൾ 39, അങ്ങനെയാണ് നമുക്ക് കുറച്ച് കൊടുക്കാം ഈ ആംഗ്രേജിന്റെ കറക്ഷൻ ഫാക്ടർ. പിന്നെ നമ്മൾ ഡ്രാഫ്റ്റിങ്ങിന്റെ അത് ഓൾമോസ്റ്റ് പക്കയാണ്. പിന്നെ ഈ ഫാക്ടർ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥം വരുന്നില്ല. ഡ്രാഫ്റ്റിംഗ് അവിടെ ഓക്കെ ആണെങ്കിൽ ഇത് മെയിൻ ആയിട്ട് ആപ്ലിക്കബിൾ ആയി വരുന്നത് ലാപ്പിംഗ് ലെങ്ത് നമ്മൾ വരച്ചു കൊടുക്കുന്നതിന് പകരം ഓട്ടോമാറ്റിക്കലി എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോഴാണ്. നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, സൈഡിൽ അവർക്ക് കറക്റ്റായിട്ട് റീബാറിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ. ഇത് വരച്ചു കൊടുക്കാണ്ട് നേരെ യു ബാർ ഇട്ടിട്ട് ഇതിന്റെ അകത്ത് ഇത് ട്രൂ ഇട്ട് കൊടുത്താൽ
ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ അതിനകത്ത് ലാപ്പിംഗ് ലെങ്ത് എടുത്തോളൂ. പക്ഷെ അപ്പൊ എന്താണെന്നറിയോ, സൈഡിൽ ഇടുന്നവർക്ക് എവിടെ ഈ കട്ടിങ് അല്ലെങ്കിൽ ലാപ്പിംഗ് കൊടുക്കണം എന്ന് അറിയാൻ പറ്റാതിരിക്കും. അപ്പൊ സ്ട്രക്ചറലി നമ്മൾ ഡിസൈൻ ചെയ്യുന്നവർക്ക് അറിയാം സപ്പോർട്ട്സിൽ എവിടെയാണ്, സപ്പോർട്ട്സിൽ ടോപ്പിലാണ് ഹയർ മൊമെന്റ് വരുന്നത്. സോ അവിടെ ലാപ്പിംഗ് ഒഴിവാക്കണം. അതേസമയം മിഡ് സ്പാനിൽ നമുക്ക് ബോട്ടത്തിലാണ് ഹയർ മൊമെന്റ് വരുന്നത്, അപ്പൊ അവിടെ ലാപ്പിംഗ് ഒഴിവാക്കണം. SFR ആണെങ്കിൽ നമുക്ക് സ്റ്റാഗേർഡ് ലാപ്പിംഗ് കൊടുക്കേണ്ട, ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ലാപ്പിംഗ് കൊടുക്കരുത്, പകരം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കണം. പറ്റുന്നത് ഒരു ഭാഗം ഒരു സ്ഥലത്ത് മാത്രം ലാപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെ അത്രയും, അതായത് 50% കൂടുതൽ ഒരിക്കലും നമുക്ക് ഒരു സെക്ഷൻ, നമ്മളിപ്പോ ഇതിലൊരു സെക്ഷൻ കട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ലാപ്പിംഗ് വരരുത് എന്ന കുറെ റൂൾസ് ഒക്കെ ഉണ്ട് ഇതിന്. ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് വേണം ഡീറ്റെയിൽ ചെയ്യാൻ. അപ്പൊ അത് സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ ഡീറ്റെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ സൈഡിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ. ചെയ്തില്ലെങ്കിൽ ഒരു സൈഡ് ചെയ്യും, തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ സപ്പോർട്ടിൽ കൊണ്ട് ടോപ്പിൽ ലാപ്പ് ചെയ്ത് വെക്കും. അപ്പൊ എന്താ, ആ സപ്പോർട്ട് വീക്ക് ആവും. അപ്പൊ അവിടെ ഇട്ടേക്കുന്ന കമ്പി സഫീഷ്യന്റ് ആയിരിക്കില്ല. അപ്പൊ അത് ഫെയിലർ ആവാനുള്ള ചാൻസ്. ഇതിപ്പോ നിങ്ങളൊരു ന്യൂസ് കണ്ടില്ലായിരുന്നോ? ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു അപ്പാർട്ട്മെന്റ് ഒരു കോളം ഫെയിൽ ആയിരുന്നു. സെയിം കാര്യം, ജസ്റ്റ് ഒരു ചെറിയ ലാപ്പിങ്ങിന്റെ എറർ മതി അങ്ങനെ ഒരു കോളം ഫെയിലിയറിന്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റും, ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി തന്നെ പോകും. അതുപോലെ തന്നെ പിന്നീട് ആ ബിൽഡിംഗ് ആർക്കും യൂസ് ചെയ്യാൻ പേടിയാവും. റിട്രോഫിറ്റ് ചെയ്ത് എടുക്കാട്ടോ, ഇതൊക്കെ ഒന്നും ആ ഒരു അവസാനമൊന്നുമല്ല. ഇതിലും മോശമുള്ള ബിൽഡിങ്ങുകളൊക്കെ റിട്രോഫിറ്റ് ചെയ്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മോശമായിരിക്കില്ല, ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു ചെറിയ എറർ പറ്റിയതായിരിക്കും അവർക്ക്. എന്തായാലും അത് ഇനിയിപ്പോ ആൾക്കാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് വർക്കാ. സ്ട്രക്ചർ ഡിസൈൻ എന്തോരം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഗവൺമെന്റിങ് ഷെഡ്യൂള്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ലാപ്പിംഗ് മാർക്ക് ചെയ്ത് തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഓപ്ഷൻ ഇവിടെ ഫോൾസ് ആ വെക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ BBS സ്പ്ലിറ്റ് ആയിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ടാണോ വേണ്ടത്? എനിക്ക് ഓരോ ബീമിനെ സെപ്പറേറ്റ് വേണം. സോ അത് ഞാൻ സ്പ്ലിറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. ഇനി ബീമിനെ നെയിമിങ് ആസ് പെർ ഡീറ്റെയിലിംഗ് എങ്ങനെയായിരുന്നു അത് തന്നെ കൊടുക്കാം. ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെയും ബീന്ന് എഴുതാം. അല്ലെങ്കിൽ ബീമാണെന്ന് ഐഡന്റിഫൈ ചെയ്യത്തില്ല. ബീമാണെന്ന് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ഇതിനൊപ്പം എഴുതുന്ന ഷിയർ റീൻഫോഴ്സ്മെന്റ് കൗണ്ട് എടുക്കുന്നില്ല. ഇനി അടുത്ത് വരുന്ന ഡെവലപ്മെന്റ് ലെങ്ത് ഫാക്ടർ. ഞാൻ പറഞ്ഞു ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ IS കോഡിൽ നിന്ന് എടുക്കുന്നത്. ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടേക്കുന്ന കേട്ടോ, വെറുതെ 39 ഇട്ടതല്ല. അതായത് FE 550D M40 ആണെങ്കിൽ, ഇപ്പൊ എന്റെ ഡൈ ഓഫ് ബാർ ഞാൻ 1 എന്ന് വെക്കുകയാണെങ്കിൽ ടെൻഷൻ വരുന്നത് 39 എന്നൊരു ഫാക്ടറാണ്. സോ ഡൈ ഓഫ് ബാർ ഇൻറ്റു ഈ ഒരു ഫാക്ടർ ചെയ്താൽ എനിക്ക് ആ റീൻഫോഴ്സ്മെന്റ് ടെൻഷൻ ഡെവലപ്മെന്റ് ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ആ സെയിം ഫാക്ടർ ആണ് നമ്മളോട് എൻട്രി കൊടുക്കുന്നത്. M25 50ക്ക് അടുത്തൊരു വാല്യൂ വരുന്നത്. ബാക്കിക്കെല്ലാം ചെറിയ വേരിയേഷൻസ് ആണ് കൊടുക്കുക. ഈ ഡക്ടൈൽ ഡീറ്റെയിലിംഗ് ആണോ? ഇത് ആസ് പെർ IS 13920, അതായത് ഡക്ടൈൽ ഡീറ്റെയിലിംഗ് കോഡ് വെച്ചിട്ട് എർത്ത് ഡിസൈനാണ് ബിൽഡിംഗ് ചെയ്തേക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇത് ട്രൂ വെക്കണം. ഡീറ്റെയിലിംഗ് ടൈമിലും ട്രൂ വെക്കണം, അല്ലാതെ BBS ടൈമിലും ട്രൂ വെക്കണം. കാരണം ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഡക്ടൈൽ കോഡിന്റെ ഡീറ്റെയിലിംഗ് കുറച്ച് ഡിഫറെന്റ് ആണ്. നോർമൽ ഡീറ്റെയിലിംഗിൽ നിന്നും കുറച്ചും കൂടി കാര്യങ്ങൾ എഴുതണം. ഇതിനകത്തില്ലേ, ഞാൻ ഈ പറഞ്ഞതില് SP34 കുറച്ച് വേരിയേഷൻ ഇതിൽ വരും. കാര്യം ഇതെല്ലാം ഡക്ടൈൽ ഡീറ്റെയിലിംഗിനെ ബേസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു ജനറൽ നോട്ട്സ് ഞാനിപ്പോ കാണിച്ചത്. അതിലാണ് നമുക്ക് ഈ സ്പ്ലൈസസിന്റെ കാര്യവും കോളത്തിന്റെ സ്പ്ലൈസസ് എവിടേക്കാ കൊടുക്കണ്ടേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അത് കുറച്ചും കൂടി നിങ്ങൾ റെഫർ ചെയ്യാൻ, അതായത് SP34 എങ്ങനെ വരയ്ക്കുന്നതെന്നാണെങ്കിൽ കറക്റ്റ് വരയ്ക്കേണ്ട വാല്യൂസ് എടുക്കേണ്ടത് IS 13920 എന്നാണ് എടുക്കേണ്ടത്, ഡക്ടൈൽ ഡീറ്റെയിലിംഗ് നിന്നാണ്. ഇനി ഇത് എനിക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ കാണിച്ച പോലെ ഓട്ടോക്യാഡിലും എക്സലിലും. ഫസ്റ്റ് നമ്മൾ പ്രിഫർ ഓട്ടോക്യാഡിലാണ്. അതിൽ വരുമ്പോൾ പടം വരച്ച് വരും. അപ്പൊ അത് നോക്കി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ബാറിന്റെ ഷേപ്പ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടോന്ന്. ബാറിന്റെ ഷേപ്പ് തെറ്റിപ്പോകുന്ന ഒരൊറ്റ റീസണേ ഉള്ളൂ, ഡ്രാഫ്റ്റിംഗ് ടൈമിൽ നിങ്ങൾ ഓർത്തോഗണൽ മോഡ് ഓൺ ചെയ്യാണ്ട് സ്നാപ്പ് ഉപയോഗിക്കാണ്ട് വരച്ചു. സോ 3 ഡയമെൻഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പോയി ക്ലിക്ക് ആകും. പ്രോപ്പർ പ്ലെയിനിൽ അല്ലാത്തതുകൊണ്ട് നമ്മളുടെ ആർട്സ്പ്രോ സ്കാൻ ചെയ്യുമ്പോൾ എറർ അടിക്കും. കാരണം ആർട്സ്പ്രോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ബാർ എടുക്കും. ഈ ബാറിന്റെ ഷേപ്പ് ആർട്സ്പ്രോന്റെ കയ്യിലുള്ള IS കോഡിന്റെ ഷേപ്പ് കോഡ്സ് ഇരിപ്പുണ്ട്, അതായത് മാച്ച് ചെയ്ത് നോക്കും. മാച്ച് ആവുന്ന സെയിം ഷേപ്പ് കോഡ് കിട്ടുമ്പോൾ അതെടുത്തിട്ടാണ് ഈ ടേബിളിൽ കൊടുക്കുന്നത്. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ സോഫ്റ്റ്വെയർ എറർ അടിക്കും. അങ്ങനെയാണ് നമുക്ക് അങ്ങനെ കറക്റ്റ് ഷേപ്പ് കിട്ടാതിരിക്കത്തുള്ളൂ. അപ്പൊ അത് റീഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ റീഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഫ്രഷ് ഫയൽ ചെയ്യേണ്ടി വരും. ഈ ഫയൽ ചിലപ്പോൾ കറപ്റ്റഡ് ആവും, പിന്നെ ഇതിൽ വർക്ക് ചെയ്യത്തില്ല. അത് ശ്രദ്ധിക്കുക കേട്ടോ.
ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഡ്രാഫ്റ്റിംഗ് അക്യുറസി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് വെച്ച് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് തരത്തില്ല. ഈവൻ റെവിറ്റിനും ഭയങ്കര ആക്യുറസിയാണ്, മില്ലിമീറ്റർ ആക്യുറസിയാണ് റെവിറ്റ് ഫോളോ ചെയ്യുന്നത്. ഇനി വരുന്ന മാർജിൻ ടു ലീഡർ, ഇതൊക്കെ ഡ്രാഫ്റ്റിംഗിന്റെ ഫോർമാറ്റ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. മിനിമം കോളം സൈസ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം വിഡ്ത്ത് എത്ര കൊടുക്കുന്നതെന്നുള്ളതാണ്. എൻ്റെ ഡ്രോയിങ്ങിലെല്ലാം 300 വെച്ചിട്ടുള്ള കോളംസ്, സോ 300 ആണ്. റീഇൻഫോഴ്സ്മെന്റ് ടാഗ് അത് ഡ്രോയിങ് നോക്കിയിട്ട് തന്നെ കൊടുക്കുക. ഷേപ്പ് കോഡ് എടുക്കുന്നത് നമ്മൾ ഇന്ത്യൻ കോഡാണ്, സോ IS 25002 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ബാർ മാർക്ക് വരുമ്പോൾ അത് എനിക്ക് സ്റ്റാർട്ടിങ് ബാർ മാർക്ക് എത്രയാണെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ വരുന്നത് റീഇൻഫോഴ്സ്മെന്റിന്റെ FY വാല്യൂ, അതിന്റെ ലെയർ നെയിം, അതായത് ഇതിൽ കമ്പി വരച്ചേക്കുന്ന ലെയർ. ഈ കളർ അല്ല കേട്ടോ, ഈ ലെയറിന്റെ പേരാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സോ പേര് കറക്റ്റ് സെന്റൻസ് കേസിൽ ഇതിനകത്ത് കയറി വരുന്നുണ്ടോ എന്ന് നോക്കണം. ഡ്രോയിങ് ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ് യൂസ് ചെയ്യുന്ന എല്ലാ ലെയറും കൂടെ ഓട്ടോമാറ്റിക് ലോഡ് ആവും. ഇത് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കൂടി വാല്യൂ വരത്തില്ല. അതാണ് ഫസ്റ്റ് നോട്ടീസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് സ്റ്റിറപ്പിന്റെ കവർ. ബോട്ടം ക്ലിയർ കവറാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ക്ലിയർ കവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈസ് കൂട്ടാണ്ടാണ് കേട്ടോ. അതെന്ന് വെച്ചാല് ടൈക്ക് കവർ ഓക്കെയാണ്. നമ്മുടെ മെയിൻ ബാറിനാണ് നമ്മൾ ഈ ക്ലിയർ കവർ പറയുന്നത്. ഇനി ഇന്നർ വിഡ്ത്ത്, ബീമിനെല്ലാം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്നർ വിഡ്ത്ത് ആണോ, ടേപ്പേർഡ് ബീം ആണോ എന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത്. ഹുക്ക് ലെങ്ത് അത് 8 mm കമ്പി ആയതുകൊണ്ട് 75. 12 mm എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ 75 എന്ന് മാറത്തുള്ളൂ. പിന്നെ അടുത്ത് വരുന്ന ഈ ഹുക്കിന്റെ ലെങ്ത് നമുക്ക് അതിനകത്ത് റീബാറിന്റെ ടൈസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്നത്. സൈഡ് ക്ലിയർ കവർ 30, എല്ലാം എനിക്ക് 30 ആണ്. ആസ് പെർ ആ ഒരു ജനറൽ നോട്ട്സ് എല്ലാം 30 ആയിരുന്നു എല്ലാ സൈഡിലും. ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് വരുന്ന അല്ലെങ്കിൽ ബേസ്മെന്റിൽ വരുന്നതിലൊക്കെ സോയിലായിട്ട് ടച്ച് ചെയ്യുന്ന സൈഡുകളിൽ നമുക്ക് 50 യൂസ് ചെയ്യേണ്ടി വരും. സോയിലെ ടച്ച് ചെയ്യാത്ത സ്ഥലത്ത് നമുക്കത് 30 മതി. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനാണ് ഇത് എല്ലാം സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്നത്. സെയിം ആണെങ്കിൽ ത്രൂ ഔട്ട് ആ സെയിം വാല്യൂ ഇട്ടാൽ മതി. ഈ സിറപ്പിന് ടോളറൻസ് നമ്മൾ 50 mm പറയുന്നത്. അതായത് നമ്മൾ ഈ ബാറ് കട്ട് ചെയ്യുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് ഏത് വാല്യൂയിലേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ബാറ് കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്തുകൾ നിയറസ്റ്റ് 50ലേക്ക് റൗണ്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്നർ വിഡ്ത്ത് സിറപ്പിന്റെ ബീം കോൺസ്റ്റന്റ് വിഡ്ത്ത് ആണെങ്കിൽ കോൺസ്റ്റന്റ്, വേരിയിങ് വിഡ്ത്ത് ആണെങ്കിൽ വേരിയിങ്. ഓക്കെ, ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ ഫില്ല് ചെയ്യാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ ഞങ്ങൾ എപ്പോഴും മാറ്റേണ്ടി വരുന്ന കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് സ്റ്റീൽ പിന്നെ LD, ഇത്രയും മാത്രമേ സ്ഥിരം മാറ്റേണ്ടുള്ളൂ. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. എന്നിട്ട് നേരെ സ്കാനിൽ പോവാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ലാബിലുള്ള പോലെ ഇതിൻ്റെ അകത്തും കുറെ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അറിയണം എന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബേസിക് നിങ്ങൾക്ക് EBS സ്കാൻ ചെയ്ത് പോകാൻ അതൊന്നും ഇപ്പം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നേരെ ഓട്ടോക്യാഡിൽ വരാം. ആ ബീംസ് 1 by 1 നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഓരോന്ന് സ്കാൻ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പിടിച്ചിട്ട് എൻഡർ കൊടുക്കുക. ഇതിനകത്ത് ഫില്ലറ്റ് ചെയ്യുന്നത് കാണണം. ഇതിന്റെ കറക്റ്റ് പ്രോഗ്രസ് ആണെങ്കിൽ ആഡ്സ്ട്രോയിൽ ഒന്ന് പോയി നോക്കാം. ഇതല്ലാണ്ട് ഒരു മൂന്നാമത്തെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ നോക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ സ്റ്റക്ക് ആവും. നിങ്ങളുടെ സിസ്റ്റത്തിന് ചിലപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ സ്റ്റക്ക് ആവും. ആഡ്സ്ട്രോ ഒരു വലിയ വലിയ ഫയലല്ല, പക്ഷെ ഓട്ടോക്യാഡിന് സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഇപ്പൊ ഓട്ടോക്യാഡിനൊപ്പം പാരലൽ നിങ്ങൾക്ക് ഒരു ഹെവി സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി സിസ്റ്റത്തിന് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഓട്ടോക്യാഡും ആഡ്സ്ട്രോയും മാത്രം ഓപ്പൺ ചെയ്ത് വെക്കുക. ബാക്കിയെല്ലാം കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ സ്കാനിങ് തീരാറായി. സ്കാനിങ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ റിസൾട്ട്സ് കയറി വരും. റിസൾട്ടിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ 500, 501, 502 ഇതെല്ലാം ഇവിടെ വന്നിട്ട് വായിച്ചു നോക്കാം. ഇവിടേക്ക് ഓൾറെഡി ഇല്ല, മാറി വരുന്നേ ഉള്ളൂ. പയ്യെ അവിടെ ലോഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഇവിടെ ബാർ മാർക്ക് ചെയ്ത് പോകുന്നത്. 501, 502 എന്ന് പറഞ്ഞാൽ ആദ്യം സെറ്റ് വരുന്നത് എപ്പോഴും നമ്മളുടെ ഷിയർ ടൈസിന്റെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വരാം സ്റ്റിറപ്പ്. ഷിയർ ടൈസ് ഉദ്ദേശിച്ചത് സ്റ്റിറപ്പ്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ബാറിന്റെ വരത്തുള്ളൂ. സോ നമുക്ക് ഇവിടുന്നേ വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും റെഡ് കളർ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബാറിന്റെ ലെങ്ത് 12 മീറ്റർ എക്സീഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാറിന്റെ ഷേപ്പ് കോഡ് സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ കിടക്കുവാണ്. സോ അത് പോൾ ലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് പോൾ ലൈനിൽ വരയ്ക്കണം. ഒരിക്കലും മേലിട്ട് വരയ്ക്കരുത് കേട്ടോ. ചില ലൈൻസിന് ചിലപ്പോൾ
ഡാറ്റ എറർ ഉണ്ടെങ്കിൽ അതിന്റെ മേലിട്ട് വരച്ചാൽ പുതിയ വരയ്ക്കുന്ന ലൈൻ ഇഷ്യൂ ഉണ്ടാവും, അപ്പം സോൾവ് ആവത്തില്ല. ഒരു ഫ്രഷ് സ്പേസിൽ വരയ്ക്കുക എപ്പോഴും. ഓക്കെ, ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയില്ലേ? ഇനി നമുക്ക് നേരെ ഓട്ടോകാഡിൽ പോവാം. ഇവിടെ അടുത്ത സ്കാനിന് സോഫ്റ്റ്വെയർ റെഡി ആയി നിൽക്കുക. അപ്പൊ ഇത് എസ്കേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് തന്നെ റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ല, ഓരോ ബീമായിട്ട് സ്കാൻ ചെയ്യുന്നതിന് ഒന്ന് കഴിയുമ്പോൾ സ്കാൻ ചെയ്യാൻ വീണ്ടും കേഴ്സർ റെഡി ആവും, അടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ അങ്ങനെ ഓരോന്നും ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ടാണോ ഞാൻ ഇത് പ്രിന്റ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ടേബിൾ. അവർക്ക് സൈറ്റിൽ കുറച്ചും കൂടി എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് അങ്ങനെ കൊടുക്കുക. ഇതല്ലെങ്കിൽ നമുക്കൊരു മെത്തേഡുള്ള ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ ഇപ്പൊ എല്ലാം കൂടി സ്കാൻ ചെയ്തിട്ട് ഒരുമിച്ച് ടേബിൾ എടുത്തതാവും. ഇതിന്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു അറിയോ? വെയിറ്റ് ഓഫ് സീറ്റ് കിട്ടാനാ, അവർക്ക് എത്ര കമ്പി വാങ്ങിക്കണം എന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഡ്രോയിങ്ങിട്ട് കൊടുക്കുമ്പോൾ സൈറ്റിൽ അവർക്ക് എന്താണോ ഈസി അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. ചിലപ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് 3-4 ബീം ഒരുമിച്ച് സ്കാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇതിപ്പോ ഒരു സൈഡിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ആണ്, ഓരോ ബീമിനെ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് മാറ്റിയത്. സോ സൈറ്റായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവർക്ക് എന്താണ് അവിടെ കംഫർട്ടബിൾ, അവരുടെ സൈഡിലെ എഞ്ചിനീയറിനും അതുപോലെ തന്നെ വർക്കേഴ്സിനും എന്താണ് കറക്റ്റ് മനസ്സിലാവുക, ആ പാറ്റേണിൽ കൊടുക്കാൻ നോക്കിയപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ എത്ര ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാകും. നേരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്ലോട്ട് ചെയ്യാം. ഇത് പ്രിന്റ് ചെയ്യാൻ, അപ്പൊ ഇത് സ്കാൻ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ ആകെ 5 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ. വലിയ ഫയലാണെങ്കിൽ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ അല്ലെങ്കിൽ 1 മണിക്കൂർ കടന്ന് ഒരിക്കലും ഒരു BBS സ്കാൻ നമുക്ക് പോകത്തില്ല. നമുക്കപ്പോ മൾട്ടിപ്പിൾ BBS ചെയ്യാനുള്ള സമയം കിട്ടും. പിന്നെ ഒരു കൺസ്ട്രെയിൻ വരുന്നതെന്ന് വെച്ചാൽ കിട്ടുന്ന സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ ഡീറ്റെയിലിംഗ് ആക്യുറേറ്റ് ആയിരിക്കും. സ്ട്രക്ചർ ഡ്രോയിങ് ഡീറ്റെയിലിംഗ് അവർ ജസ്റ്റ് പടം വരയ്ക്കുന്ന പോലെ വെറുതെ വരയ്ക്കാതെ ഇതിന്റെ LD ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഡെവലപ്മെന്റ് ലെങ്ത് ഒക്കെ നോക്കി ലാപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടുവാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നോട്ട്സ് വെക്കുക, എവിടെയൊക്കെ ലാപ്പിംഗ് കൊടുക്കണം, ഏതൊക്കെയാണ് ലാപ്പിങ്ങിന് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന പൊസിഷൻസിൽ ലാപ്പിംഗ് കൊടുക്കരുത്, ലാപ്പിംഗ് കൊടുക്കുവാൻ 50% കൂടുതൽ ലാപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ജനറൽ റൂൾസ് ഒരു നോട്ട് പോലെ വെച്ച് കൊടുക്കുക. എന്നാൽ കുറച്ചും കൂടിയൊക്കെ അവർക്ക് ഈസി ആവും. ഓക്കെ, പോരാണ്ടും ഞാൻ നേരത്തെ കാണിച്ച പോലെ ജനറൽ നോട്ട്സും കൂടെ കൊടുക്കുക. കണ്ടോ, നമുക്കിവിടെ 3.8 ടൺസ് ആണ് ഈ ഒരു ബീം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ടേ വോളിയം ഡിവൈഡ് ബൈ വെയിറ്റ് ബൈ വോളിയം ചെയ്താൽ എത്ര kg/m³ കിട്ടും, അതിനെ വേണമെങ്കിൽ തമ്പ് റൂൾ ആയിട്ട് ക്രോസ് ചെയ്യാം. അതായത് നിങ്ങൾ എക്കണോമിക് ആയിട്ടുള്ള ഡിസൈൻ പ്രൊവൈഡ് ചെയ്തോ എന്ന് അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാം. യൂഷ്വലി ബീംസിനാണെങ്കിൽ ഒരു 120 to 140, 160 റേഞ്ചിൽ അത് ഓക്കെ ആയി. കോളത്തിനാണെങ്കിൽ അത് 200 to 230. അത് കഴിഞ്ഞ് എക്സീഡ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഓവർ റീൻഫോഴ്സ്ഡ് ആണ്, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ ആ റേഞ്ചിൽ കുറയ്ക്കാൻ നോക്കും. പിന്നെ ആ റേഞ്ചിൽ വരുന്നത് 200-ന് മേലെ പോകുന്നത് അല്ലെങ്കിൽ 250-ക്ക് മേലെ പോകുന്ന യൂഷ്വലി എർത്ത് ക്വേക്ക് ഡിസൈൻസിലൊക്കെ ഉണ്ടോ അത് വരത്തുള്ളൂ. അല്ലാതെ നോർമലി ബിൽഡിങ്സിൽ നമുക്ക് എക്കണോമി വൈസ് ഒരു 200 റേഞ്ചിൽ അല്ലെങ്കിൽ തൊട്ട് താഴെ ഒരു 180 റേഞ്ചിലൊക്കെ വരുമായിരിക്കും. ഇതിപ്പോ ഞാൻ കാണാതെ പഠിച്ച് പറയണമെന്ന് ഞാൻ പറയത്തില്ല. ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ പ്രാവശ്യവും BBS ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വെയിറ്റ് ബൈ വോളിയം ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്ര kg/m³ അതിന് വേണം എന്നൊരു റേഞ്ച് കിട്ടും. ആ എക്സ്പീരിയൻസിന്റെ ബേസിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ ഏകദേശം ഈ റേഞ്ചിലാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്ത ഡിസൈന്, BBS, എസ്റ്റിമേറ്റ് 3 കാര്യങ്ങളാണല്ലോ, അത് 3 വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് BBS റിലേറ്റ് ചെയ്ത് വരുന്നത്. നിങ്ങൾ ടാപ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ബീം ഡീറ്റെയിലിംഗ് വെച്ചിട്ട് ചെയ്ത് നോക്കുക, അതിന്റെ റിസൾട്ട്സ് തരാം. ഇൻ കേസ് സ്ട്രക്ചർ ഡിസൈൻ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് അറിയിച്ചാൽ ഓൾറെഡി BBS ചെയ്തേക്കുന്ന ഒരു ഫയൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഡ്രോയിങ് നിങ്ങൾക്ക് തരാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് BBS ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. സോ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് ഡീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എളുപ്പമായിരിക്കും, പെട്ടെന്ന് വെച്ച് സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടും, അതിന്റെ സർട്ടിഫിക്കറ്റ് എളുപ്പം കിട്ടും. അതല്ല BBS മാത്രം ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഡ്രോയിങ് ആയിരിക്കും തരാം, സെക്ഷൻസ് ഉണ്ടാവും. ആ സെക്ഷൻസ് വെച്ച് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് എടുത്ത് സ്കാൻ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് റൂൾസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡീറ്റെയിൽ ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് BBS ചെയ്യാൻ പറ്റത്തില്ല. BBS ചെയ്യുമ്പോൾ ബീമിൽ എന്തെങ്കിലും ഡിസൈൻ അറിവുണ്ടെങ്കിൽ അതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ലെവൽ നോളജ് ഇല്ലാണ്ട് BBS ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ സ്ട്രക്ചർ ഡിസൈൻ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ വരച്ച് തന്നെ ചെയ്യാനുള്ളതായിരിക്കും അസൈൻമെന്റ്സ് വരുന്നത്.
അധികം ബീംസ് ഉണ്ടായാലും 3-4 ബീംസ് തരത്തുള്ളൂ. ഓക്കെ, ഇതുവരെയൊക്കെ എടുത്തില്ലെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. അതുപോലെ ഈ അസൈൻമെന്റ്സ് അവസാനം വരെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള അസൈൻമെന്റ്സ് ലിസ്റ്റ് ഞാൻ തരാം. എന്തായാലും ഇപ്പൊ ഓരോന്ന് ഞാൻ പറയാം. ആദ്യം BC ലേഔട്ട് പ്രിപ്പറേഷൻ ആണ്. അത് ഒരാളെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ പെൻഡിങ് ആണ്. പിന്നെ വരുന്നത് ആ BC ലേഔട്ട് വെച്ചിട്ടുള്ള മോഡലിംഗ് ആണ്. 1-2 ഫ്ലോർ ചെയ്താൽ മതി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബേസ്മെന്റും അതായത് പ്ലിന്ത് ബീമും ഫസ്റ്റ് ഫ്ലോറും അത്രയെങ്കിലും ചെയ്യാം. അത് വെച്ച് സ്ലാബ് ഡീറ്റെയിലിംഗ് ചെയ്യണം. നമ്മൾ BC ലേഔട്ട് ചെയ്താൽ അത് വെച്ച് നമുക്ക് സ്ലാബ് ഡീറ്റെയിലിംഗ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് ഇടാപ്സ് ചെയ്യണമെന്നില്ല. പിന്നെ വരുന്നത് ഇടാപ്സ് ചെയ്ത് കിട്ടിയ റിസൾട്ട് വെച്ചിട്ടുള്ള ബീമിന്റെ ഡിസൈൻ, ഡീറ്റെയിലിംഗ്, BBS. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അസൈൻമെന്റ്സ് വരാം. ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്ട്രക്ചർ ആയിട്ട് ഒന്നും ഡിലേറ്റ് ചെയ്യേണ്ടെങ്കിൽ ആ പോർഷൻ ഒമിറ്റ് ചെയ്തിട്ട് BBS മാത്രം ചെയ്യാം. ഇനി അത് പ്രൊജക്ട് മാനേജ്മെന്റ് സൈഡും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. സൈഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജർ എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും QS, എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ QC പോരാണ്ട് BBS ഇത്ര അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി സ്ട്രക്ചർ എഞ്ചിനീയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ സൈഡിലും നിങ്ങൾക്ക് അവിടെ ഇട്ടേക്കുന്ന കമ്പികളുടെ LE, സ്പേസിങ് ഇതൊക്കെ സൈറ്റിൽ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. ഇനി അഡീഷണൽ ഒരു കാര്യം പറയാം. സൈറ്റുകളിൽ നിങ്ങൾക്ക് ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഞാൻ പറ്റുന്ന മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം, ജോയിൻ ചെയ്യാം. അന്ന് നിങ്ങൾ കണ്ട പോലെ വേറെയും പ്രൊജക്ട്സിൽ നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. 4 മണിക്കും ഉച്ചയ്ക്ക് മുന്നേ, അതായത് 11 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. ആ ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ആ മീറ്റിംഗ്സിൽ പങ്കെടുക്കാം. അത് കണ്ട് പഠിക്കാം. എങ്ങനെയാണ് റീബാർ ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അസൈൻമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ടുവേർഡ്സ് എൻഡ് എന്താ പറ്റുന്നറിയോ, നിങ്ങളുടെ മെയിൻ പ്രോജക്റ്റ് ഉണ്ടാവും, ആ പ്രോജക്റ്റിന്റെ വർക്ക് ഉണ്ടാവും. പോരാണ്ട് ഈ അസൈൻമെന്റ്സും കൂടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇത്രയും നാൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ സമയം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ നഷ്ടമാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 1-2 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ വിട്ടുപോയൊരു കാര്യം, ആ ഒരു സെക്ഷൻ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ അത് ഷെയർ ചെയ്യാൻ വിട്ടു. ഞാൻ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാവേ. 3Dയിൽ ഞാനൊരു SFR കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, അത് വിട്ടുപോയില്ലേ, അതിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രോജക്റ്റിന് ഒരു DBയും ചെയ്ത് കൊടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു SFR. കണ്ടോ, ഈ ഒരു ബീമിന് ഇത് ടോപ്പ് ബാറ്, അതുപോലെ താഴെ ബോട്ടം ബാറ് കണ്ടോ. ഡെവലപ്മെന്റ് ലെങ്ത് വളച്ചിട്ട് കൊടുത്തേക്കുന്നുണ്ടോ. ഇനി ഇത് കൂടാണ്ട് ഇതിനകത്ത് ടൈസ് 4 ലെഗ്, 4 ലെഗ് വരുന്നുണ്ട്, ഔട്ടർ, ഇന്നർ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ സെക്ഷൻ എടുത്ത് കാണിച്ചു തരാവേ, ഔട്ട് ടൈം ഇന്നർ ടൈം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് ഇവിടെ ഹൊറിസോണ്ടൽ ടൈസും കൂടി കൊടുത്തിട്ടുണ്ട്, കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്നും അല്ലാണ്ട് എനിക്ക് പറയാൻ വേണ്ടി വന്ന സാധനം എന്ന് പറയുമോ, ഈ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെന്റ് കണ്ടോ. ഇതിന്റെ LD നമ്മൾ ഫേസ് ടു ഫേസ് ക്രോസ് ചെയ്താൽ കൊടുക്കുന്നത്. സോ ഡെവലപ്മെന്റ് ലെങ്ത് അല്ല, നമുക്ക് അവിടെ കിട്ടാവുന്ന മാക്സിമം ലെങ്ത് ആണ് നമ്മൾ കൊടുക്കാറ്. താഴത്തേക്ക് വളച്ചു കൊടുക്കണം എന്നല്ല, ഫേസ് ടു ഫേസ് ആണ് വരുന്നത്. ഇനി അത് ഞാൻ വേണമെങ്കിൽ സെക്ഷൻസ് എടുത്ത് കാണിച്ചു തരാം. കൂടി കട്ട് ചെയ്യാം. സെക്ഷൻ കണ്ട് മനസ്സിലാവുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൂടി കുറച്ച് കട്ട് ചെയ്യാം. ഈ ഒരു ബീമിന് 1 മീറ്റർ ഡെപ്ത് ഉണ്ട്, 1 മീറ്റർ ഡെപ്ത് ഉണ്ട്. ഇതിന്റെ ഔട്ടർ ടൈസ്, അത് കൂടാണ്ട് ഇതിന് ഇൻസൈഡ് ഒരു ടച്ച് സെറ്റഡ് ആയി വന്നു. അതായത് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് വന്നപ്പോൾ 2 ലെഗ്ഡ് അല്ല 4 ലെഗ്ഡ് കൊടുക്കേണ്ടി വന്നു. പോരാണ്ട് അതിന് ഹൊറിസോണ്ടലി സ്റ്റിഫ്നെസ് കൊടുക്കേണ്ടി വന്നു. ഇത് കൂടാണ്ട് സൈഡില്
ഡെപ്ത് കൂടുതലായത് കൊണ്ട് ബക്ലിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. ഡി ബീമിൽ ബക്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് മെയിൻലി സ്റ്റീലിലും ആണ് കാണുന്നത്, പക്ഷെ നമുക്ക് കോൺക്രീറ്റിലും കാണും. ഡെപ്ത് കൂടുന്നതനുസരിച്ച് കോൺക്രീറ്റിലും കാണും. അതായത് കണ്ടോ, ഈ ബീം കണ്ടോ, അതിന് ആക്സസിന്റെ ഉള്ളിൽ ബെൻഡ് ചെയ്തു. ഇത് സ്റ്റീലിനെ കറക്റ്റ് മനസ്സിലാവുക ഇതുപോലെ കോൺക്രീറ്റും ബക്ലിങ്ങും, അതായത് നടുക്ക് വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് ഒടിയും. അതായത് യൂഷ്വലി നമ്മൾ റാ പോലെ വളയുന്നല്ലേ പറയുന്നേ, റാ പോലെ വളയുന്നവന് ക്രോസ് സെക്ഷൻ വളഞ്ഞു പോകും. അതാണ് പറ്റുന്നത്. ബക്ലിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ സ്റ്റീലിലാണ് നമുക്കത് കാണുന്നത്. നമ്മൾ കോൺക്രീറ്റിൽ അതിന്റെ എഫക്റ്റ് എടുക്കുന്നത് ഡെപ്ത് കൂടുമ്പോഴാണ്. കണ്ടത് ബക്ലിംഗ് കാരണമുള്ള ഫെയിലിയറാണ്. അതായത് താഴത്തേക്ക് ബെൻഡ് ചെയ്യുന്നതിന് പകരം ഇത് ബെൻഡ് ചെയ്യുന്നപ്പോൾ ഒരു ട്വിസ്റ്റും കൂടി കയറി വരും. സാധാരണ ഒന്ന് മടങ്ങുകയും കൂടി ചെയ്യും, പെട്ടെന്ന് ഫെയിൽ ആവും. അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ബെൻഡിങ്ങിൽ ഫെയിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീം ഡിസൈൻ ചെയ്യുന്നത്. ബക്ലിംഗിൽ ഫെയിൽ ആവരുത്. സോ ആ ബക്ലിങ്ങിന്റെ റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇതും IS 456 അനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. IS 456 നമുക്ക് ഡീപ് ബീമിന്റെ ഒരു കാറ്റഗറി ഉണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഡീപ് ബീം ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, സെക്ഷൻ 4ന്റെ അകത്ത് ഡീപ് ബീം ഡിസൈൻ എന്ന് പറയുന്നുണ്ട്. അതിന്റെ അകത്ത് 700 ഡെപ്തിനെ കുറിച്ച് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഓർക്കുന്നില്ല. ഈ 700 ഡെപ്തിന്റെ കണ്ടീഷൻസ് ആണ്, അതായത് ഡെപ്ത് ഓഫ് ബീം. അതായത് ഞാൻ ഈ പറഞ്ഞ 700 ഞങ്ങൾ ജസ്റ്റ് ജനറലി ഫോളോ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ കോമൺലി ഡിസൈൻ എഞ്ചിനീയേഴ്സ് എല്ലാം പറയുന്ന ഒരു വാല്യൂ ആണ്. അത് എക്സാക്ട്ലി 700 മാത്രമല്ല, ഈ 2 കേസസും കൂടി നമുക്ക് എന്നാൽ ഡീപ് ബീം കാറ്റഗറി ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഡീപ് ബീം കാറ്റഗറി ആണെങ്കിൽ അതിന് ഡിസൈൻ വരുന്നത് ഈ ഒരു സെക്ഷൻ അനുസരിച്ചാണ്. നോർമൽ ഡിസൈനിൽ നിന്നും കുറച്ചും കൂടി വ്യത്യാസമായിട്ട് നമുക്ക് സൈഡ് ഫേസിനും കൂടി കുറച്ച് കമ്പി കൊടുക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്.